ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഡിവിസിബിലിറ്റി റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി നമുക്ക് വെൻ ഡയഗ്രാം വെച്ച് ചെയ്യാം. നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ വെൻ ഡയഗ്രാം ഇല്ലാതെയും ചെയ്യാം. ആദ്യം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഒന്ന് വെൻ ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞതെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഹൗ മെനി നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 9,1000 ആർ ഡിവിസിബിൾ ബൈ 5 ആൻഡ് or 7 ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 35. അതായത് ആയിരത്തിന് താഴെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആണുള്ളത്? അത് 5 അല്ലെങ്കിൽ 7 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും, പക്ഷേ 35 വെച്ച് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വെൻ ഡയഗ്രാം വെച്ച് ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 5ന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. 1000-ന് താഴെ. ഓക്കെ, 1000 കൂട്ടത്തില്ല, 1000 ഒഴിച്ച്, അതായത് 1 തൊട്ട് 999 വരെ. അതായത് ലെസ് ദാൻ 1000 എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ 1000 എടുക്കാൻ പാടില്ല. 1 തൊട്ട് 999 വരെ എത്ര 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കും. പ്ലസ് എത്ര 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കും. ഓക്കെ, മൈനസ് 2 ടൈംസ് എത്ര 35ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കും. 2 ടൈംസ് എത്ര 35ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി അതെങ്ങനെ വന്നു എന്ന് നമുക്കറിയണം. ഓക്കെ, അതെങ്ങനെയാ ഈ ഒരു സാധനത്തിലോട്ട് എത്തിയെന്ന് നമുക്കറിയണമല്ലോ. ഓക്കെ, അതിനായിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, അതിനായിട്ട് ഞാൻ വെൻ ഡയഗ്രാം വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഇത് ഡയഗ്രാമാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയില്ല, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വരച്ച് നോക്കാം. ഓക്കെ, ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യത്തെ സർക്കിളിനെ ഞാൻ 5ന്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സർക്കിളിന് 3 പോർഷൻ ഉണ്ട്. ഒന്നാമത്തെ പോർഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത്രയും പോർഷൻ, ഇത് ഒന്നാമത്തെ പോർഷൻ, ഇത് രണ്ടാമത്തെ പോർഷൻ, ഇത് മൂന്നാമത്തെ പോർഷൻ. ഓക്കെ, ആ ലൈന് വേണമെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ്, ഇത് 5ന്റെ മൾട്ടിപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് 7ന്റെ മൾട്ടിപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ വേണമെങ്കിൽ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഞാൻ ലെറ്റേഴ്സ് കൊടുക്കാം. ABC എന്ന് പറഞ്ഞു കൊടുത്തു. 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്ത് വരും? A വരും, പ്ലസ് B വരും. ഓക്കെ, A+B ആണ് 5ന്റെ മൾട്ടിപ്പിൾ കംപ്ലീറ്റ് വരുന്നത്. 7ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? B+C എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഈ പോർഷനിൽ എന്താ വരുന്നത്? ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ B എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ന്റെയും 7ന്റെയും മൾട്ടിപ്പിൾ ആണ്, രണ്ടിന്റെയും കമ്പൈൻ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? 35ന്റെ മൾട്ടിപ്പിൾ ആണ് ഇതിനകത്തെന്ന് പറയാം. 35 എന്ന് പറയാൻ കാരണം എന്താ? 7 × 5. ഓക്കെ, 35ന്റെ മൾട്ടിപ്പിൾ ആണ് ആ B എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? 5ന്റെ മൾട്ടിപ്പിൾ ആകണം, 7ന്റെ മൾട്ടിപ്പിൾ ആകണം, പക്ഷേ എന്തിന്റെ മൾട്ടിപ്പിൾ ആകാൻ പാടില്ല? 35ന്റെ മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്, ഈ ഒരു വെൻ ഡയഗ്രാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ A+C എന്നൊരു പോർഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. A+C എന്നൊരു പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഈ പോർഷനും, അതായത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അല്ലേ? ഓക്കെ, അത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞത്, ആദ്യം 5ന്റെ മൾട്ടിപ്പിൾസ് എടുക്കണം, എന്നിട്ട് 7ന്റെ മൾട്ടിപ്പിൾസ് എടുക്കണം, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 5ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ A+B എന്ന് പറഞ്ഞു കിട്ടും, ആ ഒരു ഫുൾ പോർഷൻ വരും. 7ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ
എനിക്ക് ബി പ്ലസ് സി എന്ന് പറഞ്ഞ് കിട്ടും. ആ ഒരു ഫുൾ പോർഷൻ കിട്ടും. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് നമ്മൾ നേരത്തെ എഴുതിയത് അതിൽ നിന്ന് 2 ടൈംസ് 35ൻ്റെ മൾട്ടിപ്പിൾ കളയും. 2 ടൈംസ് 35ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്ത് കളയും എന്നാ പറഞ്ഞത്. കാരണം എന്താ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എ പ്ലസ് ബി വരും, ഇവിടെ ബി പ്ലസ് സി വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്ച്വലി എ പ്ലസ് സി എന്ന പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ബി എടുത്ത് കളയണ്ടേ, ബി എടുത്ത് കളയണം. അപ്പോൾ 2 ടൈംസ് ബി എടുത്ത് കളയണം. അതാണ് ആക്ച്വലി നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയത്. എന്താ എഴുതിയത്, ആദ്യം 5ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം, പിന്നെ 7ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് 2 ടൈംസ് 35ൻ്റെ മൾട്ടിപ്പിൾസ് കളയണം. 2 ടൈംസ് 35ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്ത് കളയണം എന്ന് കുറച്ച് മുമ്പ് എഴുതിയതിൻ്റെ കാരണം ഇതാണ്. സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് 5ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിൾസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നേനെ, നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി വന്നേനെ, എ പ്ലസ് ബി പ്ലസ് സി വന്നേനെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 5ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരിക്കലും ലെസ് ദാൻ 1000 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല, 1000 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. 1000 ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആൻസർ തെറ്റും. അപ്പോൾ നമ്മൾ 999 എടുക്കുക, അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇതിനർത്ഥം 999 വരെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യന്റ് കിട്ടത്തില്ലേ, അതിനർത്ഥം 999 വരെ 5ൻ്റെ അത്രയും മൾട്ടിപ്പിൾസ് ഉണ്ടെന്നാ അതിൻ്റെ മീനിങ്. അതായത് ഞാനിപ്പോൾ 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിച്ചു, നമുക്ക് കോഷ്യന്റ് 2 കിട്ടുന്നത്. അതിനർത്ഥം എന്താ, 1 തൊട്ട് 10 വരെ 5ൻ്റെ 2 മൾട്ടിപ്പിൾ ഉണ്ട്. അതേതൊക്കെയാ, 5ഉം 10ഉം. അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 10നെ ഞാൻ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 കോഷ്യന്റ് കിട്ടുള്ളൂ. 10നെ ഞാൻ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 കോഷ്യന്റ് കിട്ടും. അതെന്താ, 1 തൊട്ട് 10 വരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ 999 ഡിവൈഡഡ് ബൈ, ഫസ്റ്റ് എന്താ ചെയ്യുക, 5 ചെയ്യുക. പിന്നെ 999 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ എത്രയുടെ മൾട്ടിപ്പിൾ കിട്ടും, 7ൻ്റെ 999-നേക്കാളും ചെറിയ 7ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. 2 ഇൻറ്റു 999 ഡിവൈഡഡ് ബൈ 35 ചെയ്യുക. 35ൻ്റെ 999-നേക്കാളും ചെറിയ മൾട്ടിപ്പിൾസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ 9ൽ വന്നിട്ട് ഒരു പ്രാവശ്യം പോകും, ബാക്കി പോയിട്ട് 49. 49ൽ 9 പ്രാവശ്യം പോകും. ഓക്കെ, 45, വീണ്ടും 49, വീണ്ടും 9 പ്രാവശ്യം പോകും. ഓക്കെ, നമുക്ക് പോയിന്റ് ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത് 7 ആകുമ്പോൾ ഒരു പ്രാവശ്യം പോകും. 7 ബാക്കി പോയിട്ട് 29 വരും. 29-ലാണെങ്കിൽ 4 പ്രാവശ്യം പോകും, 28. 19 വന്നിട്ട് ബാക്കി 2 പ്രാവശ്യം പോകും. കറക്റ്റ്. ഓക്കെ, 2 ഇൻറ്റു 35 ആകുമ്പോൾ 99-നകത്ത് എത്ര പ്രാവശ്യം പോകും, 70 പ്രാവശ്യം പോകും. ഓക്കെ, 99-ൽ 70 വരെ പോകും. 70 വരെ എന്ന് വെച്ച് കഴിയുമ്പോൾ 2 വരെ വരും. ബാക്കി പോയിട്ട് 70 പോയിട്ട് 299. 299 എന്ന് പറയുമ്പോൾ 8 വെച്ച് പോകും ആയിരിക്കും. നോക്കാം, 30 × 8 240, 240ഉം 40ഉം. ഓക്കെ, 8 വരെ പോകും. ഓക്കെ, 28 വരും. അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 199 പ്ലസ് 142 ഇൻറ്റു -56. ഇതായിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, എത്ര വരും അത്, 285 എന്ന് പറഞ്ഞു വരും. സോ ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യരുത്, വെൻ ഡയഗ്രാം വരയ്ക്കരുത്. ഡിവിസിബിൾ ബൈ 5 or 7 ബട്ട് നോട്ട് ബൈ 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 5ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കണം, 7ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കണം. അതിൽ നിന്ന് 2 ടൈംസ് എന്ത് കുറയ്ക്കണം, 35 കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ 5ൻ്റെയും 7ൻ്റെയും ആരെന്ന് ചോദിച്ചു എങ്കിൽ എന്ത് ചെയ്തേനെ, 5 or 7 ആരെന്ന് ചോദിച്ചുവെങ്കിൽ വീണ്ടും ഞാൻ വെൻ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് എ, ഇത് ബി, ഇത് സി. ഇത് 5ൻ്റെ മൾട്ടിപ്പിൾ, ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഞാൻ 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചാൽ എ പ്ലസ് ബി വരും. ഓക്കെ, 7ൻ്റെ മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബി പ്ലസ് സി എന്നൊരു പോർഷൻ വരും. ബി പ്ലസ് സി എന്നൊരു പോർഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വട്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ എ പ്ലസ് ബി
പ്ലസ് ബി പ്ലസ് സി ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു നമുക്ക് എന്താ വേണ്ടത്, 5ൻ്റെയും 7ൻ്റെയും, അതായത് എ പ്ലസ് ബി പ്ലസ് സി ആണ് വേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഒരു ബി എക്സ്ട്രാ വന്നു, അപ്പോൾ 5ൻ്റെയും 7ൻ്റെയും ആണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യണം, 5ൻ്റെ എടുക്കുക, 7ൻ്റെ എടുക്കുക, അതിൽ നിന്ന് 35ൻ്റെത് ഒരു വട്ടം കുറയ്ക്കുക. 35ൻ്റെ എന്ന് ഒരു വട്ടം കുറയ്ക്കുക. 35 എന്ന് ഉദ്ദേശിച്ചത് എന്താ, ബിൻ്റെ മൾട്ടിപ്പിൾ, ബി എന്ന പോർഷൻ കുറയ്ക്കണം അല്ലേ. അതായത് 5, 7, അതിൽ നിന്ന് 35 ഒരു വട്ടം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ 5 കൊണ്ടും 7 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള പോർഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.